2019 എൻ്റെ മോൻ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കാനായിട്ട് അബുദാബിക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിൽ ബാസ്കറ്റ് ബോൾ ഇനത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയിരുന്നു. അന്നത്തെ ഗവൺമെൻറ് പറഞ്ഞിരുന്നത് സിൽവർ കിട്ടുന്നവർക്ക് 3 ലക്ഷം രൂപയും ഗോൾഡ് കിട്ടുന്നവർക്ക് 5 ലക്ഷം രൂപയുമാണ്. പക്ഷേ സിംഗിളായിട്ട് മത്സരിച്ച എല്ലാവർക്കും തന്നെ അത് കോവിഡിന് മുമ്പായിട്ട് വിതരണം ചെയ്തു. അപ്പോൾ കോവിഡ് വന്ന കാലഘട്ടത്തിൽ അത് 2 വർഷത്തേക്ക് നിർത്തിവെച്ചു. ഇപ്പോൾ പിന്നെ അതേക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷം PT ഉഷ മേഡം വന്നപ്പോൾ ഞാൻ അതിനൊരു അപേക്ഷ നൽകിയിരുന്നു. അപ്പോൾ സാറും കൂടെ ഇടപെട്ട് അതിന് വേണ്ടുന്ന എനിക്ക് ഒരു അപേക്ഷ വന്നാൽ ഞാൻ അവർക്കല്ല സ്പോർട്സ് വകുപ്പിൽ ഞാൻ താങ്ക് യു. എൻ്റെ പേര് സനു ശങ്കർ. ഞാൻ പള്ളിക്കത്തോട് പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഞാൻ സംസാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പള്ളിക്കത്തോടുമായി ബന്ധപ്പെട്ട് നമുക്ക് ജലജീവൻ മിഷന്റെ വർക്കുകൾ ഇവിടെ നടന്നായിരുന്നു. അപ്പോൾ ജലജീവൻ മിഷൻ പദ്ധതിയുടെ വർക്കുകൾ നടന്നപ്പോൾ നമ്മുടെ മിക്കവാറും ഉള്ള എല്ലാ റോഡുകളിലും മെയിൻ പൈപ്പ് ഇടുന്നതിന് വേണ്ടിയിട്ട് വെട്ടിപ്പൊളിച്ചായിരുന്നു. മെയിൻ പൈപ്പ് ഇട്ടു. അപ്പോൾ ഇത് ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഈ റോഡുകൾ പൂർണ്ണമായിട്ട് നശിച്ചു കിടക്കുകയാണ്. അവർ റീസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക അനാസ്ഥ ഉണ്ടാകുന്നുണ്ട്. വളരെ കുറച്ച് റോഡുകൾ മാത്രമേ റീസ്റ്റോർ ചെയ്താന്നുള്ളൂ. ബാക്കിയുടെ കാലം റോഡ് റീസ്റ്റോറേഷൻ ചെയ്യുന്നില്ല. നമ്മുടെ വീടുകളിൽ പുതിയ കണക്ഷൻ കൊടുക്കാനുള്ളവർക്ക് കണക്ഷൻ കൊടുക്കുന്നില്ല. അത് ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങളും വാട്ടർ അതോറിറ്റി ചെയ്യുന്നില്ല. വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്കത് മാറിയിട്ടുണ്ട്. നമുക്ക് ഇലക്ഷൻ മുന്നിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് ഇത് വലിയ പ്രശ്നമാണ്. അപ്പൊ ഇലക്ഷന് മുമ്പ് ഇത് ചെയ്തെടുക്കാനും ഒക്കത്തില്ല. ശ്രമിച്ചാൽ പോലും പിന്നെയും പരിദേവനങ്ങളും പരാതികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇത് മുങ്ങി കിടക്കും. അത് രാഷ്ട്രീയമാണ്. ഇലക്ഷൻ കഴിയാതെ എനിക്ക് തോന്നുന്നില്ല നമുക്ക് അതിനകത്ത് എന്തെങ്കിലും നടപടി ഇനി കൈക്കൊള്ളാൻ അവർക്കും സാധിക്കില്ല. ഞങ്ങൾക്ക് അത് വോട്ട് ചെയ്യുന്ന ജനങ്ങളാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, അടുത്ത 5 വർഷം നിങ്ങൾ പാഴാക്കി കളയരുത്. അത് ഞാൻ വിപുലീകരിച്ച് പറഞ്ഞാൽ പലർക്കും വലിയ അസുഖമായി പോകും. പക്ഷെ നിങ്ങളത് ഹൃദയത്തിൽ അത് വിപുലീകരിച്ച് ആ ചിന്ത ഒന്ന് സ്ഥാപിച്ചെടുത്ത് ആ ചിന്ത ഓതിത്തരുന്ന മാർഗത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തുക. അത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പായാലും അങ്ങനെ തന്നെയാണ് വേണ്ടത്. വോട്ട് ചെയ്യുന്ന ജനത്തിന് പാർട്ടി സ്നേഹം, പാർട്ടി പ്രവർത്തനം ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ രാജ്യസ്നേഹം ഉണ്ടാവണം. രാജ്യത്തിന് ഉതകുന്ന തരത്തിൽ ഭരണത്തെ നിയന്ത്രിക്കുന്ന ജനപ്രതിനിധികളെയെങ്കിലും നിങ്ങൾക്ക് യുക്തിപൂർവം തിരഞ്ഞെടുക്കാൻ സാധിക്കണം. ബുദ്ധിപൂർവം കൂടി ആയിരിക്കും. എന്ത് ചെയ്യാൻ എനിക്ക് ഒരു മാർഗവുമില്ല. ഇപ്പൊ എന്റെ മണ്ഡലമാണെങ്കിൽ പരിശോധിച്ചിട്ട് എനിക്കൊരു 20-25 ലക്ഷം എനിക്ക് ഒരു ബ്ലോക്ക് പണിയുന്നതിന് എനിക്ക് കൊടുക്കാൻ സാധിക്കും. പക്ഷെ എന്റെ മണ്ഡലമല്ല. അതാ പറഞ്ഞ രാജ്യസഭ MP-മാരെല്ലാം എതിർ കക്ഷികളാണ്. ഞാൻ 2018 ലൈഫ് മിഷനിൽ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തായിരുന്നു. ഇതുവരെ ഒന്നും ആയിട്ടില്ല. ലൈഫ് മിഷനിൽ അങ്ങനെ സേവാവരുടെ ചേട്ടന്മാർ ഞങ്ങൾക്ക് 4 സെന്റ് സ്ഥലം തന്നായിരുന്നു. അതിനകത്തൊരു വീട് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ല. എല്ലാവരും കൊച്ചൊരെണ്ണം മേലാത്തല്ലേ. പക്ഷെ ലൈഫ് മിഷൻ അറിഞ്ഞൂടെ ആരുടെയാണെന്ന് അല്ലേ? പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പുതിയ രജിസ്ട്രേഷൻ പോലും വേണ്ട എന്നാണ് കേരള സർക്കാർ പറയുന്നത്. അതിനകത്ത് ഈ PMAY എന്ന് പറയുന്ന ഓഡിറ്റിന് വേണ്ടിയാണ്. അങ്ങനെ ഒരു മഞ്ഞ പെയിന്റ് അടിച്ച് അതിനകത്തൊരു മുദ്ര ചാർത്തുന്നത് വീട് വെക്കാൻ ബുദ്ധിമുട്ടില്ല. അതാ ആ സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് PMAYയില് വീട് വെക്കാം. അത് വേണ്ടെന്നാണ് കേരളം പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ എഴുതി വെക്കുന്നത് വലിയ അഭിമാനക്കുറവാണെന്നാണ് മുഖ്യമന്ത്രിയും വകുപ്പ് സെക്രട്ടറിയും എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. വലിയ അഭിമാനക്കുറവാണെന്നാണ് പറഞ്ഞത്. ഞാൻ പോയിടത്തെല്ലാം ഇങ്ങനെ ഒരു റഫറൻഡം നടത്തി. നിങ്ങൾക്ക് അതിൽ അഭിമാനക്കുറവുണ്ടോ എന്ന് ചോദിച്ചു. ഒച്ചത്തിൽ ഇല്ല, ഞങ്ങൾക്ക് കൂര മതി എന്നാണ് എല്ലായിടത്തും ജനങ്ങൾ പറഞ്ഞത്. അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക്. പക്ഷെ ഞങ്ങൾക്ക് അതല്ലാതെ വേറെ മാർഗമില്ല. ഇവിടെയാണ് നമുക്ക് ഉത്തരവാദിത്വ രാഷ്ട്രീയത്തെ കുറിച്ച് പറയേണ്ടി വരുന്നത്. ഇത് ഈ ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റ് മാറ്ററാണ്. ഇവിടെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് പ്രാദേശികമായിട്ട് സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്ത് മുതൽ അസംബ്ലിയിലേക്കുള്ള വക്താക്കൾ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ, അവരെ ആരെയെങ്കിലും ഈ വിഷയത്തെ സംബന്ധിച്ച് അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? അവരിതിന് നിങ്ങൾക്ക് മറുപടി തന്നിട്ടുണ്ടോ? ഇവിടുത്തെ MLA നിങ്ങൾക്ക് ഇതിന് മറുപടി തന്നിട്ടുണ്ടോ? മൈക്ക് കൊടുക്കൂ.
നമ്മുടെ നാട്ടിലെ നടപടി ശിക്ഷിക്കാന്ന് പറഞ്ഞാൽ 100-200 ഫൈൻ അടിപ്പിക്കുക, പറയുന്ന നടപടി എടുത്തു പേപ്പറിൽ വലിയ ന്യൂസ് വരും, പിറ്റേ ദിവസം അതേ അത് പോരാന്ന് എങ്ങനെ കേന്ദ്ര ഗവൺമെന്റിനോട് പറയും? കേന്ദ്ര ഗവൺമെന്റിനോട് അതിനനുസരിച്ചുള്ള നിയമം മാറ്റിയെടുക്കണം. അല്ല, മാറ്റി എഴുതുന്ന നിയമങ്ങളാണ്. പിന്നെ സുപ്രീം കോടതിയിൽ പോയി ഇവിടെ നിയമസഭയിൽ വരെ പ്രമേയം പാസാക്കൽ അല്ലേ, അതിന് മാത്രമാണ് ഉതകുന്നത്. എത്ര മാസമാണ് അവിടെ ഇത് കെട്ടിക്കിടക്കുന്നത്? ആവശ്യമായിട്ടുള്ള നിയമങ്ങളെല്ലാം ഉണ്ട്. കണ്ണടച്ച് നടപടിയെടുക്കാൻ പ്രാപ്തിയുള്ള ആൾക്കാരെ നിങ്ങൾ തെരഞ്ഞെടുക്കണം. ഞാൻ ഇപ്പൊ പറഞ്ഞത് ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഈ നവംബർ ഡിസംബറിലായാലും അടുത്ത ഏപ്രിൽ മെയ് ജൂണിലായാലും ശരി തന്നെ ഇനി നട്ടല് വിളയ്ക്കാത്ത നല്ല സ്റ്റേൺ ആയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ പുതിയ പാഠം പഠിക്കണം. വേറെ മാർഗമില്ല. ഉറപ്പായിട്ടും പറയുന്നു, ഇതെല്ലാം UP എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഉടനെ ഒരു വെറും ഫ്രോഡ് വ്യാകുലതയാണത്. അവിടുത്തെ ജനങ്ങൾ തൃപ്തരാണ്. കാര്യങ്ങൾ കൃത്യമായി മുഷ്ടി ഉപയോഗിക്കുന്നിടത്ത് മുഷ്ടി ഉപയോഗിച്ച് തന്നെ കാര്യങ്ങൾ നേരെ ചൊവ്വയാക്കപ്പെടുന്നുണ്ട്. നമുക്ക് കേരളത്തിൽ അതിന്റെ ആവശ്യം വരില്ല. അഡ്മിനിസ്ട്രേഷൻ ഒന്ന് സ്ട്രേറ്റ് ഫോർവേഡ് ആയാൽ മാത്രം മതി. ആ അഡ്മിനിസ്ട്രേഷന് സാങ്കേതികമായി നിയന്ത്രിക്കാൻ പ്രാപ്തിയുള്ള നേതാക്കളെ നിങ്ങൾ തെരഞ്ഞെടുക്കണം. അതല്ലാതെ ഇതിന് വേറെ മാർഗമില്ല. അല്ലെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുത്ത MLA കൊണ്ട് ഇത് സാധ്യമാക്കണം. അത്ര എനിക്ക് പറയാൻ പറ്റും. പള്ളിക്കത്തോട് പഞ്ചായത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ ഉന്നയിച്ച് നമ്മൾ മെയിൽ അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ സാറിന് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. പള്ളിക്കത്തോടിലെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ചുറ്റുവട്ടത്തുള്ള 3 പഞ്ചായത്തുകൾ കൂടുന്നതാണ്. തറക്കുന്നത്താണ് അതിന്റെ ഏജൻസി. അപ്പൊ അതിന് സാർ അടിയന്തരമായിട്ട് ഒരു തീരുമാനം ഞങ്ങൾക്കാക്കി തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ പള്ളിക്കത്തോട് ഇന്ത്യൻ അതോടൊപ്പം തന്നെ പള്ളിക്കത്തോട് പഞ്ചായത്തിലെ അരിക്കുഴി നെടുമാവ് റോഡ് വളരെ ശോചനീയമായ അവസ്ഥയാണ്. പല മെയിലുകളും എല്ലാം ഞങ്ങൾ അയച്ചു കഴിഞ്ഞിരിക്കുന്നത്. അതിന്റെ കാര്യത്തിൽ സാർ ഒരു തീരുമാനമാക്കി റോഡ് PMGS വഴിയാണ്. അപ്പോൾ എസ്റ്റിമേറ്റ് പഴയതെല്ലാം മാറ്റി ഇപ്പോൾ പുതിയ എസ്റ്റിമേറ്റ് ആണ് കിടക്കുന്നത്. ഏസ് കിട്ടിയാൽ മതി. പ്ലാക്കൽപ്പടി പുത്തൂർക്കടവ് റോഡും കോട്ടയം പത്തനംതിട്ട ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പാലവും 2017-18 കാലത്ത് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജനയിൽ പാസ്സായതാണ്. അതിന് റോഡിന്റെ പണി കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഇത് കാരണം ആ പാലത്തിന്റെ പണി ആരും ടെൻഡർ എടുക്കുകയോ അതിന്റെ ഒരു ഫോളോ അപ്പ് നടക്കുകയോ ചെയ്തില്ല. അവർ പറയുന്നത് അതിനുള്ള തുക വെള്ളാവൂർ പഞ്ചായത്ത് പുത്തൂർക്കടവ് പാലം അതിന്റെ ഒരു ഞങ്ങൾ നിരവധി തവണ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും ആരും അത് ഇതുവരെ അതിന്റെ ഒരു ഫോളോ അപ്പ് ചെയ്യുകയോ നിലവിലെ MLA അടക്കമുള്ള ആളുകൾ അതിനെതിരായിട്ടുള്ള നിലവില് ആ പ്രദേശത്ത് മറ്റൊരു പാലം എത്തുന്നതിന് വേണ്ടിയിട്ട് MLA അടക്കമുള്ള ആളുകൾ അതിന്റെ എസ്റ്റിമേറ്റിൽ വരെ തുക കുറച്ച് കാണിച്ചുകൊണ്ട് ആരും ആ ഒരു ടെൻഡർ നടപടി എടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് നിലവിൽ ആ തുക അപര്യാപ്തമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് നിൽക്കുന്നത്. പുത്തൂർക്കടവ് പാലം 2017-18 കാലഘട്ടത്തിലുള്ള ഇതാണ്. നിരവധി തവണ നമ്മൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ടൊക്കെ സംസാരിച്ചെങ്കിലും ഇത് കഴിഞ്ഞൊരു നടപടി ഉണ്ടായിട്ടില്ല. അത് സാർ ഇടപെട്ടൊന്ന് ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ദയവ് ചെയ്ത് ഇതൊക്കെ എടുത്തു കൊടുക്കും അല്ലേ? ഈ വിഷയം ഇതൊക്കെ ജനങ്ങളുടെ വിഷയമല്ലേ? ഒരു മര്യാദയും കൊടുക്കത്തില്ല. 2 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ്. അതുപോലെ കോട്ടാങ്ങാൽ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് പടയണി ആരും ടെൻഡർ വിളിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി തുക കുറച്ച് കാട്ടി ഒക്കെ അങ്ങനെയുള്ള കുത്തിത്തിരിപ്പ് വരെയാണ് ജനപ്രതിനിധികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ പ്രദേശത്ത് കഷ്ടം. സാർ അതിന്റെ ഒരു ഫോളോ അപ്പ് ചെയ്യാമെന്ന് ഞാനൊന്ന് PMGSY ഓഫീസറെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ